നേരം വെളുത്താൽ പിന്നെ പെട്ടെന്ന് നമ്മളെ പരിപാടികൾ തുടങ്ങുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ സമയം പോവുകയും ചെയ്യും. പിന്നെ ഒന്നിനൊന്നിനും സമയം തികയില്ല. ആകപ്പാടൊരു അൽക്കുലത്തെ ദിവസമായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുട്ടികളെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചും പാടും അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ചോറൊക്കെ വാർത്ത് കഴിഞ്ഞ ശേഷം ആ അടുപ്പത്ത് തന്നെ നമ്മൾ ഉണക്കൽ നല്ല നല്ല ഉണക്കമാന്തൽ കേട്ടോ, അടിപൊളി ഉണക്കമാന്തൽ കറി വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട മസാലകൾ ചേർക്കാം. മസാലകൾ എന്ന് പറയാൻ സിമ്പിളായിട്ടുള്ള മസാലകളാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ നമ്മളതിൽ ചേർക്കുന്നുള്ളൂ. അതൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വറ്റി വരണം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ ഇതേപോലെ നമ്മുടെ ആ തക്കാളിയൊക്കെ നമ്മൾ വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, അതേപോലെ പച്ച ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കൽ കറി വെക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചാണെങ്കിലും നമുക്ക് വറ്റിച്ചാക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം, എന്നാലും നമുക്കതിൽ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ കുടംപുളിയോ അങ്ങനത്തെ വാളംപുളിയോ അങ്ങനത്തെ പുളികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഒരു വലിയൊരു തക്കാളിയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. വലിയൊരു തക്കാളി ആയതുകൊണ്ട് തന്നെ ഒറ്റൊന്നാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ 2 ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളിയൊക്കെ ചേർക്കാം. അതിനുശേഷം നമ്മൾ മീനൊക്കെ നന്നാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നന്നായിട്ട് ഒരു 2-3 തിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ചെറിയുള്ളിയും തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ച് നന്നായിട്ട് ഇതേപോലെ തിളപ്പിച്ചെടുത്ത്, ചെറിയുള്ളി പിന്നെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കരിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. മാന്തളായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മത്തി, ഉണക്ക മത്തിയൊക്കെ ആണെങ്കിലും നല്ല പൊള്ളിയായിരിക്കും കേട്ടോ കറി. നമുക്ക് ചോറിന് കൂട്ടാൻ ഇത് മാത്രം മതിയാവും. ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ചാൽ ഒന്നും വെച്ച് നമ്മൾ കഴിച്ച് നോക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഒന്നും അറിയില്ല. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. പച്ചമീൻ മാറി നിൽക്കും. അപ്പോൾ അതാ നമ്മൾ കുട്ടികൾ അപ്പോഴത്തേക്കും മദ്രസയൊക്കെ വിട്ട് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ചോറൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ മാന്തളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തിരഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചാറ് കുറച്ചധികം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ചാറിങ്ങനെ മുക്കി പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. ചോറിൽ നിറയെ ചാറാക്കി കൊടുക്കുകയാണ്. കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ.